Hi everyone. 21st January shift 1 question number 17 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Which of the following graph between pressure versus volume represent maximum work done? നോക്കൂ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ അണ്ടർ എ പ്രഷർ വോളിയം ഗ്രാഫ് ഈസ് വർക്ക് ഡൺ. ഇനി അതല്ല സൈക്ലിക് വർക്ക് ഡൺ ആണെങ്കിൽ ആ സൈക്കിളിനുള്ളിലുള്ള ഏരിയ ആയിരിക്കും എന്ത് തീരുമാനിക്കുക, വർക്ക് ഡൺ തീരുമാനിക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചത് മാക്സിമം വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ കേസിൽ നിങ്ങൾ നോക്കിയാല് ആദ്യത്തെ കേസിൽ ഹിയർ വി ഹാവ് നോ ചേഞ്ച് ഇൻ വോളിയം. സോ വി നോ വി ഹാവ് സ്റ്റഡീഡ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻടു ഡെൽറ്റ വി. ബട്ട് ഈ കേസിൽ ഡെൽറ്റ വി 0 ആണ്. സോ വർക്ക് ഡൺ ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ അത് ലെസ് വർക്ക് ഡൺ ആണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ കേസിലും നമ്മൾ നോക്കിയാൽ നോക്കൂ, ഇത് സൈക്ലിക് പ്രോസസ് ആണ്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ ഏകദേശം ഇത്രയേ ഉള്ളൂ. സോ വർക്ക് ഡൺ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കുക, വർക്ക് ഡൺ ആ ഏരിയ എന്താണ്, വളരെ കുറവാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഏരിയ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദിസ് മച്ച് ഏരിയ നീഡ് ടു ബി കൺസിഡേർഡ്. എന്നാൽ അടുത്തതിൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ എവിടെയാണ് നടത്തിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓപ്ഷൻ 2 ഇസ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. കാരണം ആ ഗ്രാഫിന്റെ അടിയിലുള്ള ടോട്ടൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. ബാക്കി രണ്ടിടത്ത് നമുക്ക് ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്യേണ്ട, അതിനുള്ളിലെ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. സോ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2.